നമസ്കാരം. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഒരു കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷനാണ് നമ്മളിത് ചെയ്യുക. എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ. നമ്മൾ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 4 പ്രോസസ്സാണ് ഒരു കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിനുള്ളതെന്ന് പറഞ്ഞു. ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഒരു പിസ്റ്റൺ പകുതി ഉയരുമ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ, മുകളിലേക്ക് ഫുള്ളായിട്ട് വരുമ്പോൾ ഐസോതെർമൽ അഡിയബാറ്റിക് എക്സ്പാൻഷൻ, പകുതി താഴുമ്പോൾ ഐസോതെർമൽ കംപ്രഷൻ, ഫുള്ളായിട്ട് താഴുമ്പോൾ അഡിയബാറ്റിക് കംപ്രഷൻ. ഇങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രഷർ വോളിയം ഡയഗ്രാം, അതായത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം പിസ്റ്റന് P1 V1 T1 എന്നുള്ള അവസ്ഥയിൽ നിന്ന് P2 V2 T1 എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ആദ്യത്തെ പ്രോസസ്സ് അതാണ് സ്റ്റെപ്പ് 1, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഞാൻ അതിനെ 1 to 2 എന്ന് വിളിക്കുന്നു. അതായത് ആ ഐസോതെർമൽ എക്സ്പാൻഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു കർവാണ്. അതായത് ഐസോതെർമൽ എക്സ്പാൻഷനിൽ പിസ്റ്റൺ പകുതി ഉയരും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ P1 V1 എന്നുള്ളത് രണ്ടാമത് ഫൈനലി P2 V2 ആയിട്ട് മാറും. ടെമ്പറേച്ചർ T1 തന്നെ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് Q1 എമൗണ്ട് ഓഫ് എനർജി അവിടെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് പ്രോസസ്സ്. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ ഈ പിസ്റ്റൺ പകുതി ഉയർത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വർക്ക് നടക്കും. ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തായിരുന്നു. എന്താണ് ഇക്വേഷൻ? nRT log V2/V1. ഇവിടെ nRT1 ആണ്. ഇവിടെ ഈ ഐസോതെർമൽ പ്രോസസ്സ് നടക്കുന്നത് സെയിം ടെമ്പറേച്ചർ T1ലാണ്. അതുകൊണ്ട് തന്നെ W12 അതാണ് നമ്മുടെ ഇവിടെ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ 1 to 2 പ്രോസസ്സ് എന്നാണ് പറയുക. അതായത് P1 P2യിലേക്ക് പോകുന്ന പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഐസോതെർമൽ എക്സ്പാൻഷൻ 1 to 2 എന്ന് എഴുതി. വർക്ക് ഡണ്ണിന് നമ്മൾ W1 to 2 എന്നാണ് പറയുന്നത്. W1 to 2 is equal to what? nRT1 log. എന്തുകൊണ്ട് T1 വന്ന് ഇവിടെ T1 ടെമ്പറേച്ചറിലാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുക. ലോഗ് ഇവിടുത്തെ ഫൈനൽ വോളിയം V2 ഇനീഷ്യൽ വോളിയം V1 ആണ്. അതുകൊണ്ടാണ് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ത് വന്നത്? nRT1 log V2/V1 എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിന്റെ വർക്ക് ഡൺ പകുതി ഉയർത്താൻ ആവശ്യമായ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. അതായത് ആ വർക്കിന് നമ്മൾ W1 to 2 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് nRT1 log V2/V1 ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഓക്കെ, ഇതിൽ ഐസോതെർമൽ പ്രോസസ്സിൽ എപ്പോഴും ഡെൽറ്റ യു 0 ആണ്. അതായത് ഡെൽറ്റ ക്യൂ അതിലേക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് എനർജി കംപ്ലീറ്റ് വർക്കായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഈ ഐസോതെർമൽ എക്സ്പാൻഷനിൽ Q1 എമൗണ്ട് ഓഫ് എനർജി സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം Q1 ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ആ Q1 എമൗണ്ട് ഓഫ് എനർജി അങ്ങനെ തന്നെ വർക്കായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ W12 എന്ന് പറയുന്ന ഐസോതെർമൽ എക്സ്പാൻഷന്റെ വർക്ക് അങ്ങനെ തന്നെ നമുക്ക് എന്താ ഇക്വേറ്റ് ചെയ്യാം? Q1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് Q1ന് നമ്മൾ ഈക്വൽ ടു Q1 നമുക്ക് എഴുതാം. അപ്പോൾ എന്തായി? W12 is equal to nRT1 log V2/V1 ഈക്വൽ ടു Q1 ഫോർ ഫസ്റ്റ് പ്രോസസ്സായി പിസ്റ്റൺ പകുതി ഉയർത്തി. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സ് പിസ്റ്റൺ പൂർണ്ണമായിട്ട് മുകളിലേക്ക് ഉയർത്തുന്ന രണ്ടാമത്തെ പ്രോസസ്സ് ദാറ്റ് ഈസ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതിനെ നമ്മൾ 2 to 3 പ്രോസസ്സ്, അതായത് ഇതാണ് കർവ് P2 V2 T1 P3 V3 T2. ടെമ്പറേച്ചറിനുള്ള മാറ്റം വരുന്നുണ്ട് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആയതുകൊണ്ട്. ഇതാണ് കർവ് റെപ്രസെന്റ് ചെയ്യുക. ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. നേരത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആയിരുന്നു അത്. ആ ഡെറിവേഷനിലെ ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് W23 എന്ന് ആ വർക്കിനെ വിളിക്കുന്നു. അഡിയബാറ്റിക് എക്സ്പാൻഷൻ 2-3 ആയതുകൊണ്ട് ആ വർക്കിനെ നമ്മൾ W23 എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് NR by gamma minus 1.
Here, what is the final pressure, final temperature T2, initial temperature T1? അതായത് ഈ അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ T1 ടെമ്പറേച്ചർ T2 ആയിട്ട് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ. T1 is the initial temperature, T2 is the final temperature. So what is the work done? Nr by gamma minus 1 into T2 minus T1. Okay. Then മൂന്നാമത്തെ, അപ്പം ഈ രണ്ട് പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ കഴിഞ്ഞു ഫുള്ളായിട്ട് മുകളിലേക്ക് വന്നു. ആരെ? നമ്മുടെ സിസ്റ്റം പിസ്റ്റൺ മുകളിലേക്ക് ഫുള്ളായിട്ട് വന്നു. മൂന്നാമത്തെ പ്രോസസ്സ് പകുതി പിസ്റ്റൺ താഴ്ത്തുന്നു. ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് അതാണ് ഇത്. ഓക്കെ. സോ അവിടെ P3 V3 ആണ് P4 V4ലേക്ക് പോവുക. ദാറ്റ് ഈസ് 3 to 4 ആണ്. ആ പ്രോസസ്സിന് നമ്മൾ ഐസോതെർമൽ കംപ്രഷൻ 3 to 4 എന്നാണ് വിളിക്കുക. 3 to 4 പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് ഡൺ ഞാൻ W34 എന്ന് വിളിച്ചു. ഐസോതെർമൽ ആയതുകൊണ്ട് അവിടുത്തെ പ്രഷർ P3യും V3യും ആണ് ഇനീഷ്യൽ പ്രഷറും വോളിയവും. ഫൈനൽ പ്രഷർ P4ഉം V4ഉം ആയതുകൊണ്ടും അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വന്നു? nRT2. കാരണം ഇവിടെ T2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഐസോതെർമൽ കംപ്രഷൻ നടക്കുക. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്താവും? nRT2 log V4 by V3. കാരണം V4 ആണ് ഫൈനൽ വോളിയം, V3 ആണ് ഇനീഷ്യൽ വോളിയം. സോ V4 by V3. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ ഇവിടെ Q2 amount of energy rejected to the sink ആണ്. അക്കോർഡിംഗ് ടു നമുക്കറിയാം ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന എമൗണ്ട് ഓഫ് എനർജി, ആ എമൗണ്ട് ഓഫ് എനർജി വർക്കിനായിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി മുഴുവൻ ആ സിസ്റ്റം വർക്കിനായിട്ട് ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ W34 എന്ന് പറയുന്ന ഈ വർക്ക് nRT2 log V4 by V3 എന്ന് പറയുന്ന ഈ വർക്ക് അങ്ങനെ തന്നെ ഈക്വൽ ടു എന്തായിട്ട് മാറും? Q2 എന്ന് പറയുന്ന ഹീറ്റ് എനർജി റിജക്റ്റഡ് ടു ദ സിങ്ക് ആയിട്ട് മാറും. അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് ഒരു വർക്ക് കൊടുത്താൽ ആ വർക്ക് അങ്ങനെ തന്നെ ഹീറ്റ് എനർജി ആയിട്ട് റിജക്ട് ചെയ്യപ്പെടും. ഓക്കെ. അതാണ് W34 nRT2 log V4 by V3 that equal to Q2 എന്ന് പറയുന്നത്. സോ തേർഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ സിസ്റ്റം ഇവിടെ 3 to 4 നിൽക്കുന്നു. ലാസ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് പിസ്റ്റൺ ഫുള്ളായിട്ട് താഴ്ന്ന് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്തുന്ന അഡിയബാറ്റിക് കംപ്രഷൻ. അത് 4 to 1 പ്രോസസ്സാണ് നമ്മൾ എടുക്കുക. അഡിയബാറ്റിക് കംപ്രഷൻ ദാറ്റ് ഈസ് 4 to 1. അതുകൊണ്ട് അതിൻ്റെ വർക്ക് W4 to 1 എന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ്. Okay, so what is the work done? Nr by gamma minus 1 into T1 minus T2, because T1 is the final pressure temperature, T2 is the initial temperature. So Nr by gamma minus 1 into T1 minus T2. ഇതാണ് 4 പ്രോസസ്സ്. ഒരു കാർനോട്ട് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4 പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ 4 പ്രോസസ്സിലും 4 വർക്ക് ഡൺ ഉണ്ട്. ഏതൊക്കെയാണ്? W12 that is isothermal expansion work done, W23 adiabatic expansion work done, W34 isothermal compression work done, W41 adiabatic compression work done. So what is the total work done during this during the one complete Carnot cycle? ഒരു കാർനോട്ട് സൈക്കിളിന്റെ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? ഈ ഓരോ പ്രോസസ്സിൻ്റെയും വർക്ക് ഡൺ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദി ടോട്ടൽ വർക്ക് ഡൺ. ഓക്കെ. ഇപ്പം ഞാൻ ഈ ടോട്ടൽ വർക്ക് ഡൺ ഒന്ന് കണ്ടുപിടിക്കാൻ പോകാം. സോ വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക് ഡൺ? ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് ദി കംപ്ലീറ്റ് സൈക്കിൾ. ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് വൺ സൈക്കിൾ. സൈക്കിൾ എന്ന് വെച്ചാൽ 4 പ്രോസസ്സ്. ദാറ്റ് ഈസ് W is equal to, what is W? W12 plus that is W122 plus W2 to 3 plus W3 to 4 plus W4 to 1. ഈ 4 പ്രോസസ്സിൻ്റെ വർക്ക് തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ എനിക്ക് ആദ്യം W1 to 2 to 2 to 3 3 to 4 4 to 1. ആദ്യം W1 to 2. എന്താണ് W1 to 2? That is nRT1 log V2 by V1 plus what is W23? Nr gamma minus 1 T2 minus T1.
plus W34 nRT2 log V4 by V3 plus what is W41? nR by gamma minus 1 into T1 minus T2. Okay, ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിച്ചു. ഇനി ഞാൻ നമ്മുടെ ഇതൊന്ന് ഡയഗ്രാം ഒന്ന് വായിക്കുകയാണ് നമ്മുടെ ഡെറിവേഷന് വേണ്ടി. ഓക്കെ, നമ്മൾക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടീഷൻ, ഒരു കാര്യം കൂടി ചെയ്യും. ഇതിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താൻ പോകാം. വേറെ ഒന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയാം ലോഗ് ബി ബൈ എ എന്ന് പറയുന്നത് ലോഗ് ബി മൈനസ് ലോഗ് എ ആണ്. എന്താണ്? ലോഗ് ബി ബൈ എ ഇസ് ഈക്വൽ ടു ലോഗ് ബി മൈനസ് ലോഗ് എ ആണ്. ഇതിൽ നിന്ന് ഞാൻ മൈനസ് സൈൻ ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാക്കുക. ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് മൈനസ് ആവും, പ്ലസ് മൈനസ് ഒക്കെ പ്ലസ് ആവുമ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി ആയി ഒരു മൈനസ് ഔട്ട്സൈഡ് എടുത്തപ്പോൾ. What is log a minus log b? That is minus log a by b. അതായത് log b by a എന്ന് പറയുന്നത് മൈനസ് ഓഫ് ലോഗ് a by b ആണ്. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മുകളിൽ താഴെ മാറിയാൽ ആ ലോഗ് നെഗറ്റീവ് ആവും. ലോഗ് b by a is equal to മൈനസ് ഓഫ് ലോഗ് a by b ആവും. ആ ഒരു മോഡിഫിക്കേഷൻ നമ്മളിവിടെ വരുത്താൻ പോവുകയാണ്. വേറൊന്നുമില്ല, W is equal to ഇവിടെ ഈ ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെ nRT1 ലോഗ് V2 by V1 അങ്ങനെ തന്നെ പ്ലസ് സെക്കൻഡ് ടൈം അങ്ങനെ തന്നെ nR by ഗാമ മൈനസ് 1 T2 മൈനസ് T1 അങ്ങനെ തന്നെ. ഇവിടെ nRT2 ലോഗ് V4 by V3 ഞാൻ എന്താക്കുന്നു? മൈനസ് nRT2 ലോഗ് V3 by V4 എന്നാക്കുന്നു. മൈനസ് nR T2 ലോഗ് V3 by V4 ചെയ്തേ ഉള്ളൂ. ഈ പ്ലസ് മൈനസ് ആയി, അപ്പോൾ V4 by V3 V3 by V4 ആയി. നമ്മൾ ഓൾറെഡി പറഞ്ഞ B by A എന്നുള്ളത് മൈനസ് ലോഗ് A by B ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഇവിടെയും ഒരു മോഡിഫിക്കേഷൻ, വേറെ ഒന്നുമില്ല, nR by ഗാമ മൈനസ് 1 എന്നുള്ളത് ഞാൻ T1 മൈനസ് T2 നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുന്നു. അതായത് പ്ലസ് nR ബൈ ഗാമ മൈനസ് 1 ഇതിൽ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ T2 മൈനസ് T1 ആയത്. ഈ T1 മൈനസ് T2 നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തപ്പോൾ T2 മൈനസ് T1 ആയി. ഈ മൈനസ് മൂലം ഈ ടേം അങ്ങനെ തന്നെ നെഗറ്റീവുമായി. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് V4 ലോഗ് V4 ബൈ V3 എന്നുള്ളത് V3 ബൈ V4 ആയപ്പോൾ ഈ ടേം മൈനസ് ആയി. ഇനി T1 മൈനസ് T2 എന്നുള്ളത് മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ T2 മൈനസ് T1 ആയി. അപ്പോൾ ഈ ടേം അങ്ങനെ തന്നെ നെഗറ്റീവ് ആയി. ക്ലിയർ? ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ പ്ലസ് nR ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T2 മൈനസ് T1 ഉം ഇവിടെ മൈനസ് nR ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T2 മൈനസ് T1 ആണ്. ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് പോകും. ഇത് പറഞ്ഞാൽ പ്ലസ് പറഞ്ഞാൽ മൈനസ് ആയതുകൊണ്ട് ബാക്കി നമുക്ക് എന്ത് കിട്ടും? W is equal to എന്താണ് എഴുതിയിരിക്കുക? nRT1 log V2 by V1 മൈനസ് nRT2 log V3 by V4. So this is the work done during the complete cycle of Carnot's engine. ഒരു കാർനോട്ട്സ് എഞ്ചിന്റെ ടോട്ടൽ വർക്ക് ഡൺ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എത്രയാണ്? nRT1 log V2 by V1 മൈനസ് nRT2 log V3 by V4. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങളോട്. വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ? എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ബൈ ഇൻപുട്ട് ക്വാണ്ടിറ്റി ആണ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്? ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ഔട്ട്പുട്ട് മെക്കാനിക്കൽ വർക്കാണ്. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ആണ്. വാട്ട് ഈസ് ദ ഇൻപുട്ട്? ദ ഹീറ്റ് എനർജി അബ്സോർബ് ഫ്രം ദ സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ
eta, efficiency eta is equal to what? Work done by Q1 ആണ്. Work done in an equation നമ്മളിപ്പോൾ കിട്ടി nRT1 log V2 by V1 minus nRT2 log V3 by V4. Q1 in ഒരു ഇക്വേഷൻ ഓൾറെഡി നമുക്ക് കിട്ടി. അതെന്താണ്? W12 നിക്കലിനാണ്. ദാറ്റ് ഈസ് ഓൾസോ nRT1 log V2 by V1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഓക്കെ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് W പകരം nRT1 log V2 by V1 minus nRT2 log V3 by V4 all divided by Q1 എന്തായിരുന്നു? W12 ലെ Q1, that is nRT1 log V2 by V1. ഓക്കെ, അപ്പോൾ ഇതാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഞാൻ ബാക്കിയെല്ലാം വായിക്കുകയാണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, അതായത് വർക്ക് ബൈ ഇൻപുട്ട്. അതായത് ഇവിടെ Q1 ആണ് ഇൻപുട്ട്, എനർജി അബ്സോർബ് ഫ്രം ദി സോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിനോമിനേറ്റർ ഇയാൾക്കുമായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് nRT1 log V2 by V1 divided by nRT1 log V2 by V1 minus nRT2 log V3 by V4 by nRT1 log V2 by V1. ഓക്കെ, ഇത് രണ്ടും ഒറ്റ ക്വാണ്ടിറ്റിയാണ്. nRT1 log V2 by V1 ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് പോയി ബാക്കി 1 വരും. That is eta is equal to what? 1 minus ഈ ക്വാണ്ടിറ്റി മാത്രം nRT2 log V3 by V4 by nRT1 log V2 by V1. ഇതാണ് നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷനെ നമ്മൾ ഇനി ഒരു ചെറിയ മോഡിഫിക്കേഷൻസ് കൂട്ടി നടത്തി നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇക്വേഷനെ ഞാനൊന്ന് ഇവിടെ മാറ്റി എഴുതി, ഇവിടെ ഒന്ന് മാറ്റി ഈ ഇക്വേഷനെ മാത്രം മാറ്റി എഴുതിയിട്ട് നമ്മളത് 2 പ്രോസസ്സിലേക്കും കൂടി കടന്നിട്ടാണ് ഫൈനൽ എക്സ്പ്രഷനിലേക്ക് വരിക. ഓക്കെ, സോ ഈറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് nRT2 log V3 by V4 by nRT1 log V2 by V1. So this is the expression. Okay, നമ്മൾ ഇനി ഇതെല്ലാം വായിച്ചിട്ട് നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു 2 അഡിയബാറ്റിക് പ്രോസസ്സ് കാർബൺ സൈക്കിളിൽ വന്നു. ഒന്ന് 2 to 3, അതായത് നമ്മൾ പറഞ്ഞ അഡിയബാറ്റിക് പ്രോസസ്സ് ഏതായിരുന്നു? 2 to 3 സ്റ്റെപ്പ് വരുന്നത് 2 to 3, അതായത് P2 V2 T2 അല്ലേ? അതായത് P2 V2 എന്ന് പറയുന്നത്, അതായത് നമ്മളിവിടെ വരച്ച കണക്കിനാണെങ്കിൽ നമ്മുടെ ഇതിൽ രണ്ടാമത്തെ പ്രോസസ്സിൽ P2 V2 T1 എന്നുള്ളത് P3 V3 T2 ആയിട്ട് മാറ്റപ്പെട്ട അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അങ്ങനെയല്ലേ ചെയ്തത് നമ്മൾ? രണ്ടാമത്തെ പ്രോസസ്സിൽ പ്രഷർ P2 to 3 പ്രോസസ്സ് എന്നാണ് പറഞ്ഞത്. അതിൽ പ്രഷർ P2 V2 ടെമ്പറേച്ചർ T1 എന്നുള്ളത് P3 V3 ടെമ്പറേച്ചർ T2 ആയിട്ട് ഫോളോ ചെയ്തു. ഓക്കെ, നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്താണ്? TV raised to gamma minus 1 is equal to a constant. എന്താണ്? TV raised to gamma minus 1. ഓക്കെ, ആ ഇക്വേഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. TV raised to gamma minus 1 is equal to a constant. അപ്പോൾ വേറെ ഒന്നുമില്ല, സെക്കൻഡ് പ്രോസസ്സായ അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ ഞാൻ അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആണ്. ഇത്രേ ഉള്ളൂ. നമുക്കറിയാം അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ P2 V2 T1 ആണ് P3 V3 T2 ആയിട്ട് മാറ്റപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ Tക്ക് പകരം T1 ആണ് T2 ആയിട്ട് മാറ്റപ്പെടുക.
ഓക്കെ, അപ്പം നമ്മളവിടെ ഫൈനൽ പ്രഷർ ആൻഡ് വോളിയം, അതായത് T1 ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പം ഇവിടെ ഞാൻ ഈ Tക്ക് പകരം T1 Vക്ക് പകരം V2 ഗാമ മൈനസ് 1 ഈക്വൽ ടു ടെമ്പറേച്ചർ T2 ആയിട്ടാണ് മാറുക, വോളിയം V3 T ഗാമ മൈനസ് 1. അതായത് T1 TV റേസ് ടു ഗാമ മൈനസ് 1 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാക്കി മാറ്റി? T1 എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആണ്. അപ്പോൾ T1 ആ സമയത്തുള്ള വോളിയം V2 ആണ്, V2 റേസ് ടു ഗാമ മൈനസ് 1 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഫൈനൽ ടെമ്പറേച്ചർ T2, ഫൈനൽ വോളിയം V3 ആണ്. അപ്പോൾ V3 റേസ് ടു ഗാമ മൈനസ് 1 എന്നാണ്. ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ T2/T1 ഞാൻ ഈ T2നെ സ്ഥലത്തേക്ക് ഈ T1നെ എടുത്തു, T1നെ ഇപ്പുറത്തേക്ക് എടുത്തു, V2 റേസ് ടു ഗാമ മൈനസ് 1 V3നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. T2/T1 ഈ T1നെ ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ T2/T1 ആയി. ഈ V3നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ V2 റേസ് ടു ഗാമ മൈനസ് 1 V3 റേസ് ടു ഗാമ മൈനസ് 1 ആയി. അത് ഞാൻ കോമൺ ആയിട്ട് V2/V3 റേസ് ടു ഗാമ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ T2/T1 ഈക്വൽ ടു V2/V3 റേസ് ടു ഗാമ മൈനസ് 1. ഞാൻ ഈ V2/V3നെ മാത്രം അവിടെ ഇട്ടിട്ട് ഈ ഗാമ മൈനസ് 1 എന്ന് പറയുന്ന എക്സ്പോണൻഷ്യലിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, T2ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് V2/V3 ഈസ് ഈക്വൽ ടു T2/T1 ഓൾ റേസ് ടു ഈ ഗാമ മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ 1/1 ഗാമ മൈനസ് 1 എന്നായി എക്സ്പോണൻഷ്യലായിട്ട് വരും. ഓക്കെ, അപ്പോൾ V2/V3യുടെ ഈ ഗാമ മൈനസ് 1 T2/T1ൻ്റെ അടുത്തേക്ക് വരുമ്പോൾ T2/T1 ഓൾ റേസ് ടു 1 എന്ത് വരും? ഗാമ മൈനസ് 1 എന്ന് വരും. അപ്പോൾ നമുക്ക് V2/V3ക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി, അത് ഇക്വേഷൻ 1 ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് V2/V3 ഈസ് ഈക്വൽ ടു എന്താണ്? T2/T1 ഓൾ റേസ് ടു 1 ഗാമ മൈനസ് 1. ഇത് ഇക്വേഷൻ 1. ഓക്കെ, ഇനി അടുത്ത കേസിൽ അപ്പം നമുക്ക് V2/V3 ഈസ് ഈക്വൽ ടു T2/T1 ഓൾ റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് 1. അത് ഇക്വേഷൻ 1 ആയിട്ട് എഴുതി വെച്ചു. ക്ലിയർ? ഇനി ഞാൻ ഇത് മാറ്റിയിട്ട് ഈ സെയിം തന്നെ രണ്ടാമത് അഡിയബാറ്റിക് കംപ്രഷൻ കൂടി വന്നില്ലേ? എന്താണ് അഡിയബാറ്റിക് കംപ്രഷനിൽ? അതേത് പ്രോസസ് ആയിരുന്നു? എത്രയായിരുന്നു? സ്റ്റെപ്പ് 4 to 1, ലാസ്റ്റ് പ്രോസസ് അല്ലേ? സ്റ്റെപ്പ് 4 to 1. Step 4 to 1. That is P4 V4 T2 P1 V1 T1 ലേക്ക് വന്നു. അഡിയബാറ്റിക് കംപ്രഷൻ അതായത് പ്രഷർ P4 V4 T2 എന്നുള്ളത് ടെമ്പറേച്ചർ T2 T1 ആയിട്ട് ഇൻക്രീസ് ചെയ്ത്, അതായത് P1 V1 T1 എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വന്ന ഫൈനൽ 4th പ്രോസസ് അഡിയബാറ്റിക് കംപ്രഷൻ. ഈ പ്രോസസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ TV റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന അഡിയബാറ്റിക്കിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ പ്രഷർ ടെമ്പറേച്ചർ T2 ആണ് ഇനീഷ്യലി. അപ്പോൾ T2 ഇവിടുത്തെ പ്രഷർ വോളിയം V4 ആണ്, ഗാമ മൈനസ് 1 ഈക്വൽ ടു ഇവിടുത്തെ ഫൈനലിയോ T1, ഫൈനൽ വോളിയമോ TV1 റേസ് ടു ഗാമ മൈനസ് 1. വേറെ ഒന്നുമില്ല, P4 V4 T2 എന്ന് പറയുന്ന ഇനീഷ്യൽ പ്രഷർ വോളിയം ടെമ്പറേച്ചർ ആണ് P1 V1 T1 എന്ന് പറയുന്ന ഫൈനൽ പ്രഷർ വോളിയം ടെമ്പറേച്ചറിലേക്ക് മാറ്റപ്പെട്ടത്. ദാറ്റ് ഈസ് Tക്ക് പകരം T2 ആയി ഇനീഷ്യൽ ടെമ്പറേച്ചർ, V എന്ന് പറയുന്നതിന് പകരം V4 ആയി, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ വോളിയം റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T1 എന്ന് പറയുന്ന ഫൈനൽ ടെമ്പറേച്ചർ, V1 എന്ന് പറയുന്ന ഫൈനൽ വോളിയം, ദാറ്റ് ഈസ് T1 V1 റേസ് ടു ഗാമ മൈനസ് 1. ഓക്കെ, T2 V4 റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T1 V1 റേസ് ടു ഗാമ മൈനസ് 1. ഇനി അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? T2/T1 എടുക്കുന്നു. ഈ T2/T1 അതായത് ഈ T1 ഇപ്പുറത്തേക്ക് എടുത്തു, ഈ V1 റേസ് ടു ഗാമ മൈനസ് 1 ഈ V4നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. എന്നിട്ട് V1/V4 ഓൾ റേസ് ടു ഗാമ മൈനസ് 1 എന്നിട്ടു. കുഴപ്പമുണ്ടോ? V1/V2 ഓൾ റേസ് ടു ഗാമ മൈനസ് 1 എന്നിട്ടു. നമ്മളത് എന്ത് ചെയ്യാണ്? നേരത്തെ ചെയ്ത പോലെ ഈ ഗാമ മൈനസ് 1നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ V1/V4 ഈക്വൽ ടു T2/T1 all raised to 1 by gamma minus
1 and this is equation number 2. എന്താണ് V1 by V4 equal to T2 by T1 all raised to 1 by 1 minus 1 by gamma minus 1. ഈ ഗാമ മൈനസ് 1നെ ഈ എക്സ്പോണൻഷ്യലിനെ T2ന്റെ പദത്തേക്ക് വന്നപ്പോൾ 1 by gamma minus 1 ആയി ഇക്വേഷൻ 2 ആയി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 ഇവിടെ എഴുതാണ് V1 by V4 equal to T2 by T1 all raised to 1 by gamma minus 1. This is equation number 2. Equation 1 ഉം 2 നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ, എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ ഇക്വേഷൻ 1 ഉം 2 ലും? ഇക്വേഷൻ 1 നോക്കിയേ, എന്താണ് ഇക്വേഷൻ 1? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് V2 by V3 is equal to T21 by T1 all raised to 1 by 1 gamma minus 1. V1 by V4 equal to T2 by T1 all raised to 1 by 1 gamma minus 1. അതായത് ഇക്വേഷൻ 1ന്റെയും 2ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യൂലേ? സോ വാട്ട് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? V2 by V3 equal to V1 by V4. Okay, V2 by V3 is equal to V1 by V4 ആണ്. ഞാൻ അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തത്, അത് വേറെ ഒന്നുമില്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് V2 by V3 ആണ്, ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് V1 by V4 ആണ്. ഞാൻ ഇതിനൊന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഈ V3നെ അങ്ങോട്ട് കൊടുത്ത് ഈ V1നെ ഇപ്പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയായി? V2 by V1 equal to V3 by V4. ഓക്കെ, അതായത് V3 ഇപ്പുറത്തേക്ക് എടുത്തു, അപ്പോൾ V3 by V4. ഈ V1 ഇങ്ങോട്ട് വന്നപ്പോൾ താഴെ വന്നു V2 by V1 equal to V3 by V4. ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടെത്തി. ഇനി നമ്മൾ നമ്മുടെ ഈറ്റയിലേക്ക് വരികയാണ്. വാട്ട് ഈസ് ഈറ്റ? നമ്മൾ ഓൾറെഡി ഇക്വേഷൻ എഴുതി വെച്ചല്ലോ, എഫിഷ്യൻസിയുടെ ഈറ്റ 1 മൈനസ് NR T2 log V3 by V4 by NR T1 log V2 by V1. നിങ്ങൾ നോക്കി, ഇവിടെ V2 by V1 ഉം V3 by V4 ഉം ഈക്വൽ ആണെന്ന് നമ്മളിവിടെ ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 3 വഴി അത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇക്വേഷൻ 3 അനുസരിച്ച് V3 by V4 ഉം V2 by V1 ഉം ഒന്നായി. അങ്ങനെയാണെങ്കിൽ ഈ എഫിഷ്യൻസിയിൽ നമുക്ക് 1 മൈനസ് NR T2 ലോഗ്, അത് ഞാൻ V3 by V4 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? V2 by V1 കൊടുക്കാം. കാരണം V3 by V4 V2 by V1 അല്ലേ? അപ്പൊ ഈ ലോഗ് V3 by V4 എന്ന് പറഞ്ഞാൽ ഞാൻ V2 by V1 കൊടുത്ത് താഴെ NR T1 log V2 by V1 അതങ്ങനെ എഴുതി താഴത്തേക്ക്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ലോഗ് V2 by V1 മുകളിലും ലോഗ് V2 by V1 താഴെയും എന്നും മാറും കോമൺ അല്ലേ? ഇതെല്ലാം കട്ട് ചെയ്ത് പോയി. ഓക്കെ, അതായത് ലോഗ് V3 by V4 എന്ന് പറയാം V2 by V1 ആയപ്പോൾ ഈ ടേംസ് എല്ലാം സിമിലർ ആയി. ഏതൊക്കെ സിമിലർ ആയി? എന്നും മാറും. ലോഗ് V3 by V4 എന്ന് പറയാം V2 by V1 കൊടുത്തപ്പോൾ എന്നും മാറും. ലോഗ് V2 by V1 ഈക്വൽ ആയി. ആ താഴത്തെ മോളത്തെ കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്ക് അവിടെ എന്താ ഉള്ള? Eta is equal to 1 minus T2 by T1. This is the expression for the efficiency of a Carnot heat engine. Okay, Carnot heat engine efficiency 1 minus T2 by T1. What is T2? The temperature of the cold body or sink. What is T1? Temperature of the hot body or source. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതാണ്, നിങ്ങളൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനൊരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രാക്ടിക്കൽ എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിങ്കിൻ്റെ ടെമ്പറേച്ചർ എത്ര കണ്ട് ഉയർത്താൻ ശ്രമിക്കുമോ, എത്ര കണ്ട് കോൾഡിൻ്റെ ടെമ്പറേച്ചർ, അതായത് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എത്ര കണ്ട് ഉയർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര കണ്ട് സിങ്കിൻ്റെ ടെമ്പറേച്ചർ താഴ്ത്താൻ പറ്റുമോ, അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു എൻജിൻ ഉണ്ടാക്കാൻ പ്രാക്ടിക്കലി അതൊരിക്കലും ഞാൻ കണ്ടുപിടിച്ച ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ്റെ അത്രയും ആവില്ല. പക്ഷെ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്താണ്? ഒരിക്കലും എൻ്റെ 100% എഫിഷ്യൻസി ഉള്ള ഹീറ്റ് എഞ്ചിനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി മാക്സിമം വരുന്നത് എൻ്റെ ഈ ഹീറ്റ് എഞ്ചിൻ്റെ 100% എഫിഷ്യൻസി ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് T2നെ
അതായത് സിങ്കിനെ മാക്സിമം താഴ്ത്താനും സോഴ്സിനെ മാക്സിമം ഉയർത്താനും ശ്രമിച്ചാൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതായിരുന്നു കാർനോട്ട്സിൻ്റെ കണ്ടുപിടുത്തം. കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. പക്ഷേ അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് വെച്ചു, നിങ്ങളൊരു പ്രാക്ടിക്കൽ എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഐഡിയലിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്ന ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഒരിക്കലും 100% എബോവ് പോകില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഹീറ്റ് നമ്മുടെ ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് ഏറ്റവും കുറയ്ക്കാനും ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ഏറ്റവും കൂട്ടാനും ശ്രമിച്ചാൽ എഫിഷ്യൻസി കുറയും. ആ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. ഇതായിരുന്നു കാർനോട്ട്സിൻ്റെ കണ്ടുപിടുത്തവും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏറ്റവും പോപ്പുലറായിട്ട് മാറിയ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ, അതിൻ്റെ എഫിഷ്യൻസി. ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഈ ചാപ്റ്റർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും.